കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ അഡൽട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരേ ഒരു പ്രസ്താവനയെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളൂ. ബീപ് സൗണ്ട് ഇട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു നിയമസഭാ ചർച്ച രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പട്ടായക്കോടന്റെ ചർച്ചയാ. സ്വന്തം കെട്ടിയോളെ കുറിച്ച് കേരള നിയമസഭയിൽ പോയിട്ട് പറയാണ്, പൊന്നാര CMA കിടക്കപ്പായയിൽ എനിക്കൊരു സുഖമല്ല എന്ന് പറഞ്ഞിട്ട് പരിഹാരം എല്ലാം ശരിയാവും LDF വരുമ്പോൾ എന്ന് കരുതി ഈ മണ്ടൻ ചെങ്ങായി നിയമസഭയിൽ പോയി പറഞ്ഞതാ. CMA കിടക്കപ്പായ സുഖമല്ല. സഖാവ് പിണറായിയോട് അന്ന് തുടങ്ങിയ ദേശീയ മൂപ്പർക്ക് ഏത് പിണറായി പറഞ്ഞു അത് ഇന്നെ കൊണ്ട് നടക്കൂല, ഞങ്ങളെല്ലാം നോക്കണം. അന്ന് തുടങ്ങിയതാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു നോക്കി, ഒന്നും ചെയ്യുന്നില്ല. ഈ മനുഷ്യരോട് നമ്മൾ പറയാം, ഇടതുപക്ഷം തകരണം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ കേരളത്തിലെ ചില മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. അവരുൾപ്പെടെയുള്ളവർ RSS മുന്നോട്ട് വെച്ച ഇടതുപക്ഷ വിരുദ്ധ അജണ്ടയുടെ പ്രചാരകരായി ഇന്ന് കേരളത്തിൽ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ, പിണറായി വിജയനെ അട്ടിമറിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുകയാണ്. ഞങ്ങൾക്ക് കോൺഗ്രസിനോടും ലീഗിനോടും സംഘപരിവാരത്തോടും സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കുന്നത് ആരെയാണ്? സഖാവ് പിണറായി വിജയൻ പെട്ടെന്നൊരു ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതല്ല. കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ ദീർഘമായ ചരിത്രമുണ്ട് സഖാവ് പിണറായിക്ക്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ അട്ടിമറിക്കണമെന്നത് നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം. പക്ഷേ ആ ആഗ്രഹത്തിന്റെ കൂടെ കേരളത്തിലെ പൊതുജനം നിൽക്കില്ല. കാരണം ജനത്തോട് പറഞ്ഞ വാക്കു പാലിച്ച സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നോക്കൂ നിങ്ങൾ, എന്താണ് ഇപ്പോഴത്തെ ആരോപണം? ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം ആരോപണങ്ങളെ ഏറ്റെടുക്കാൻ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളോ, എന്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശനോ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി പോലുമോ പൂർണ്ണമായും തയ്യാറാക്കുന്നില്ല. അവർ പോലും അവസാന ഘട്ടത്തിൽ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയുന്നു, സ്വപ്ന പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നാലെ പോകാൻ ഞങ്ങൾക്കാവില്ല. അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ആരാണ് സ്വപ്ന സുരേഷ്? എന്തിനാണ് അവർ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അവരുടെ തന്നെ പല ഘട്ടങ്ങളിലുള്ള വാർത്താ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഞാനും നിങ്ങളും പല രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ കണ്ടവരാണ്. എങ്ങനെയാണ് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഒരു പ്രതികരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അപമാനിക്കുന്ന വിധം നടത്താൻ കഴിഞ്ഞത്? ആ പ്രസ്താവന നടത്തുമ്പോ അതിന്റെ പിന്നാലെ കൂടുന്ന ആളുകളോട് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു വസ്തുതയാവുക? വെളിപ്പെടുത്തൽ എന്ന പേരിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുത ജനങ്ങളോട് പറയലാണ്. എന്നാൽ വെളിപ്പെടുത്തൽ എന്ന വ്യാജേന പച്ചക്കള്ളം ആരോപണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം എവിടെ എത്തി നിൽക്കുന്നു? ഏറ്റവും അവസാനം സരിത ഈ സ്വപ്ന കേരളത്തോട് പറയുന്നത് ഞാൻ നിങ്ങൾ കേൾക്കുകയാണ്. അവസാനം ബിരിയാണി ചെമ്പിൽ നിന്ന് പോയി അവർ ലോകത്തിലെ അതിസമ്പന്നനായ ഭരണാധികാരി, ലോകത്തെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തമായ ഭരണാധികാരികൾ എടുത്താൽ അതിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന പേരാണ് ഷാർജ സുൽത്താൻ. ആ ഷാർജ സുൽത്താന്റെ കുടുംബത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാര്യ സ്കൂൾ ടീച്ചറായി റിട്ടയർ ചെയ്ത കമല ടീച്ചറും അവരുടെ മകളും വാഗ്ദാനം ചെയ്തു സ്വർണമെന്നാണ്, വാഗ്ദാനം ചെയ്തു പണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബം ഏതൊക്കെയോ നിലയിൽ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു എന്ന് പറയുമ്പോ അത് ഏറ്റെടുക്കാനും വാർത്തയാക്കാനും ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഈ നാടിനകത്തെ ജനങ്ങളോട് പറയണം, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പ്രചാരണം നടത്തുന്നത്? ആരാണ് സ്വപ്ന സുരേഷിനെ കൊണ്ടു നടക്കുന്നത്? നോക്കൂ നിങ്ങൾ, RSSന്റെ നേതാക്കന്മാർ കേരളത്തിലെ മാധ്യമങ്ങളോട് പലകുറി ആവർത്തിച്ചു പറഞ്ഞ കേസാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ തീവ്രവാദി ബന്ധമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തീവ്രവാദി ബന്ധമുണ്ടായതുകൊണ്ട് NIA അന്വേഷിക്കണം എന്ന് പറഞ്ഞത് BJP-യാണ്. സ്വപ്ന സുരേഷിന്റെ തീവ്രവാദി ബന്ധം അന്വേഷിക്കണം എന്ന് പ്രഖ്യാപിച്ച ഇതേ BJP-ക്കാർ സ്വപ്ന ജയിലിൽ നിന്നിറങ്ങിയപ്പോ അവരുടെ സ്ഥാപനത്തിനകത്ത് RSS നിയന്ത്രണത്തിലുള്ള ഒരു NGO-ക്കകത്ത് എന്തിന് ജോലി നൽകി? ഒരു മാധ്യമവും ചോദിക്കുന്നില്ല. RSS-ന്റെ സ്ഥാപനത്തിൽ അവർക്ക് ജോലി കൊടുക്കുന്നു. ആ സ്ഥാപനത്തിൽ ഇരുന്ന് RSS-ന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആലോചന നടത്തുകയും RSS-കാരനായ കൃഷ്ണരാജ് എന്ന് പറയുന്ന അങ്ങേയറ്റം വർഗീയവാദിയായ ഒരു വക്കീൽ, കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡ്, ആ വ്യക്തിയുടെ ട്രാക്ക് റെക്കോർഡ് ഇട്ട് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും, പച്ചയ്ക്ക് വർഗീയതയല്ലാതെ മറ്റൊന്നും അയാളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. നമ്മൾ ആ വക്കീലിന്റെ പേര് കേട്ടപ്പോഴൊക്കെ ആ വക്കീൽ ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തിൽ വിഘടനവാദം സൃഷ്ടിച്ചവരാണ്, സാമുദായിക ഭിന്നത സൃഷ്ടിച്ചവരാണ്, പച്ചക്ക് വർഗീയത പറയുന്നവരാണ്.
ആ വക്കീലിന്റെ വാക്ക് കേട്ടുകൊണ്ട് ആ വക്കീലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഗവൺമെന്റിനെയും അപവാദ പ്രചരണം നടത്തി ആക്രമിച്ചില്ലാതാക്കാം എന്നാണ് ചില ആളുകൾ ഇവിടെ കരുതിയത്. നമുക്ക് അവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് ആരോപിക്കുന്നവർ വസ്തുതകളായി ജനങ്ങളോട് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ ജനങ്ങൾക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കാൻ കഴിയുമോ എന്ന ആലോചനയല്ലാതെ ഇതിലൊരു തരിമ്പ് പോലും സത്യമില്ല. നോക്കൂ നിങ്ങൾ, ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഇല്ലാതാക്കപ്പെട്ടാൽ, ഇടതുപക്ഷത്തിന്റെ കരുത്ത് കേരളത്തിൽ ചോർന്നുപോയാൽ ആർക്കാണ് നഷ്ടം? പിണറായി വിജയനെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ തലപ്പത്ത് നിന്ന് പുറത്താക്കണമെന്ന ആഗ്രഹം RSSന് കാലം കുറയായി. ആ RSSന്റെ അജണ്ട നടപ്പിലാക്കാനാ കോൺഗ്രസുകാരായ രണ്ടുപേർ, അതിലൊരാൾ സ്കൂൾ അധ്യാപകനാണ്. ആ അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർ വിമാനത്തിൽ കയറിയിട്ട് 77 വയസ്സുണ്ട്. 1945 സഖാവ് പിണറായി ജനിച്ചത്. 77 വയസ്സുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്. ചുറുചുറുക്കോടെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ആ മനുഷ്യന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 77 വയസ്സുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ശാരീരികമായി അപായപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നോക്കൂ നിങ്ങൾ. ഒന്ന് തള്ളിയിട്ടാൽ പോലെ. എന്താ സംഘപരിവാരത്തിന്റെ ആഗ്രഹം? എന്താ കോൺഗ്രസിന്റെ ആഗ്രഹം? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആരോഗ്യമില്ലാത്തവനാക്കി മാറ്റണം, ഏതെങ്കിലും തരത്തിൽ മൂലക്കലാക്കണം. അതാണ് സ്വപ്നം. ആ സ്വപ്നം അവരുടെ ഉള്ളിലുണ്ടായതുകൊണ്ട് അവർ വിമാനം, വ്യോമയാന സംവിധാനം എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ സംവിധാനമാണ്. ആ സുരക്ഷയോടെ പ്രവർത്തിക്കേണ്ട വിമാനത്തിനകത്തേക്ക് അവർ അവരുടെ ആളുകളെ കൂട്ടി നടക്കുന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും അതുവരെ ഞങ്ങൾ ആരും തെരുവിലിറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ കോൺഗ്രസുകാരോട്, ഇവിടുത്തെ മുസ്ലിം ലീഗിനോട്, ഇവിടുത്തെ BJP-യോട്, ഞങ്ങൾ DYFIക്ക് പറയാനുള്ളത്, ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ, ജനാധിപത്യപരമായി എതിർപ്പുകൾ ഉന്നയിക്കാൻ, വിയോജിക്കാൻ ഏതൊരു പാർട്ടിക്കും അവകാശമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, കേരളത്തിലെ ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനുമുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അവർക്ക് ആ പ്രതിപക്ഷ രീതിയിൽ എല്ലാ നിലപാടുകളും സ്വീകരിക്കാം. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കായികമായി ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു. സഖാവ് പിണറായിയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിമാനത്തിൽ പാഞ്ഞെടുത്തു വന്നത്. സഖാവ് EP ജയരാജൻ ശരീരത്തിൽ വെടിയുണ്ടയുമായി നടക്കുന്ന സംഘപരിവാരത്തിന്റെയും കോൺഗ്രസിന്റെയും ആക്രമണങ്ങൾക്ക് പലകുടി വിധേയനായ പ്രിയപ്പെട്ട സഖാവ് EP ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. സഖാവ് EP അവിടെ മുന്നിൽ നിന്ന് തള്ളി മാറ്റാൻ ഇല്ലായിരുന്നു എങ്കിൽ സഖാവ് പിണറായിയുടെ നേരെ അവർ പാഞ്ഞെടുക്കുമായിരുന്നു. സഖാവ് പിണറായി വിജയന്റെ നേരെ അവർ പാഞ്ഞെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമണം അവർ വാർത്തയാക്കും. അവർ പിണറായി വിജയനെ ആക്രമിച്ചതിൽ വലിയ ആഹ്ലാദങ്ങൾ ഉണ്ടാക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിച്ചതിന്റെ പേരിൽ സ്വാഭാവികമായും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ, നമ്മുടെ നേതാവിനെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ കൈവച്ചാൽ, ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ, അപകടപ്പെടുത്തിയാൽ ഈ ഞാനും നിങ്ങളും നോക്കി നിൽക്കില്ല. സ്വാഭാവികമായും നമ്മുടെ കൂട്ടത്തിലും വികാര പ്രകടനം നടത്തിക്കൊണ്ട് നമ്മുടെ സഖാക്കളും തെരുവിലിറങ്ങും. നമ്മളും അക്രമത്തിന് തയ്യാറാവേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഇതായിരുന്നു കോൺഗ്രസിന്റെ ആഗ്രഹം, ഇതായിരുന്നു BJP-യുടെ ആഗ്രഹം. അതാണ് 959 മോഡൽ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, 959 ഈ കേരളത്തിലെ ജനം ഹൃദയത്തോട് ചേർത്തുവെച്ച ഒരു സർക്കാരിനെ ഇന്ത്യയുടെ ഗവൺമെന്റ്, അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹം നിർദ്ദേശിച്ചത് പ്രകാരം അന്നത്തെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു. എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടുക? ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പുണ്ട്. ആ വകുപ്പാണ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 386 പ്രകാരം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെങ്കിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകരണം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനം നിശ്ചലമാവുകയും പോലീസ് സംവിധാനത്തിന് കേരളത്തിന്റെ ക്രമസമാധാനം നിലനിർത്താനാവുന്നില്ല എന്ന പ്രചരണങ്ങൾ ഉണ്ടാവുകയും വേണം. നോക്കൂ നിങ്ങൾ, കുറെ കാലങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പല അർത്ഥത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്നു. പോലീസ് എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന അഭിപ്രായമൊന്നും നമുക്കുമില്ല. സ്വാഭാവികമായും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും പരിഷ്കരിക്കപ്പെടേണ്ടതുമുണ്ട് എല്ലാ ഭരണ സംവിധാനങ്ങളും. പക്ഷേ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് 59 ഈ കേരളത്തിൽ നടത്തിയ വിമോചന സമരത്തിന്റെ മാതൃകയിൽ. നോക്കൂ നിങ്ങൾ, വിമോചന സമരം എങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? ആധുനിക കേരളം സൃഷ്ടിച്ചത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാണെന്ന സഖാവ് MS
കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമം കുടിയിറപ്പ് നിരോധന നിയമമായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള സർക്കാർ 1959 ജൂലൈ മാസം 11 ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതാണ് അന്നത്തെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആദ്യ രൂപമായ കേരളത്തിലെ ആദ്യത്തെ നിയമം. അന്ന് കേരള നിയമസഭ പാസാക്കി. കേരള നിയമസഭ ഭൂപരിഷ്കരണ നിയമം ബില്ല് പാസാക്കിയതിന്റെ പിറ്റേ ദിവസം എന്നെ ശബ്ദം കേൾക്കുന്ന ഈ നാടിനകത്തെ സഖാക്കളും നാട്ടുകാരും സാധാരണ ജനങ്ങളും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. 59 കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നിയമസഭാ ബില്ല് പാസ്സാവുകയാണ്. 59 ജൂലൈ 11 അതായിരുന്നു അന്നത്തെ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം. ആ നിയമമല്ല ബില്ല്, നിയമത്തിന്റെ ആദ്യ രൂപമാണ് ബില്ല്. ആ ബില്ല് പാസ്സായതിന്റെ പിറ്റേ ദിവസമാണ് കേരളത്തിൽ വിമോചന സമരം പ്രഖ്യാപിക്കപ്പെട്ടത്. ആ വിമോചന സമരത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അട്ടിമറിക്കാൻ പല ശ്രമങ്ങളുണ്ടായി. ആ ശ്രമങ്ങൾ അവരാദ്യം മുതൽ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സ്വതന്ത്ര MLA-മാരെ ഒറ്റക്കൊറ്റക്ക് വിളിച്ചു. അന്നത്തെ ഗവർണർ ഒറ്റക്കൊറ്റക്ക് MLA-മാരെ കേരളത്തിലെ ഗവൺമെന്റിനെ രൂപീകരിക്കാതിരിക്കാൻ വേണ്ടി ഒറ്റക്ക് വിളിച്ച് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങളൊന്നും സ്വീകരിക്കാതെ അന്നത്തെ 6 സ്വതന്ത്ര MLA-മാർ ജോസഫ് കുണ്ടശ്ശേരിയെ പോലെയുള്ള ആളുകൾ, BR കൃഷ്ണയ്യനെ പോലെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുത്തു. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ ഉണ്ടായത്. ആ സർക്കാരിനെ അട്ടിമറിച്ച സമരത്തിന്റെ പേരാണ് വിമോചന സമരം. ആ വിമോചന സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിരവധിയായ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ആ അക്രമ സംഭവങ്ങളുടെ പേരിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നു എന്ന് പ്രചരിപ്പിച്ചു. ഈ പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടത്, ഗവർണർ ഭരണം നടപ്പിലാക്കിയത്. ഇതേ ആശയം ഈ നാട്ടിലെ BJP-ക്കുണ്ട്. അവർക്ക് നന്നായി അറിയാം, കേരളത്തിൽ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനാവില്ല. കാരണം ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് ഇടതുപക്ഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്തു വേണം? അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധരായി ജനങ്ങളെ മാറ്റണമെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായ പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തണം. ആ പ്രചരണങ്ങളുടെ ഭാഗമാണ് ഒന്നാമതായി അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചു. മതവിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നത് പതിവ് ഉണ്ടാവുന്നത്. രണ്ട് തരത്തിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം UDF-ഉം BJP-യും നടത്തി. അതിലൊന്ന്, ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മതവിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യാപകമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഇടതുപക്ഷ വിരുദ്ധമായ ശബരിമലയുടെ പേരിൽ നടന്ന സമരം. ഒന്നാമത്തെ കാര്യം, അതേ തന്ത്രം കേരളത്തിൽ ശബരിമല സമരം BJP നടത്തിയതുപോലെ അതേ മാതൃകയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, ഇടതുപക്ഷത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സമരം നടന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചു, മായിൽ ഹാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ കൈയടക്കി വെച്ച വഖഫ് ഭൂമി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുകൂടി മുസ്ലിം ലീഗ് ഇപ്പോൾ ഓർക്കുന്നത് നന്നായിരിക്കും. നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് കേരളത്തിലെ ഇടതുപക്ഷം മതവിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ ശബരിമലയുടെ പേരിൽ പ്രശ്നമുണ്ടാക്കി, അത് പരാജയപ്പെട്ടു. പിന്നീട് വഖഫിന്റെ പേരിലായി മുസ്ലിം ലീഗ്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മുസ്ലിം ലീഗ് പള്ളികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ജുമുഅ നമസ്കാരത്തിന്റെ സമയത്ത് കേരളത്തിൽ പ്രചരണം നടത്തും എന്ന് പ്രഖ്യാപിച്ചു. മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാർ വളരെ ആർജവത്തോടെ മതപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയതുകൊണ്ട് മാത്രം മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ലീഗിന്റെ വിഘടനവാദ ശ്രമം നടന്നില്ല. ഒരു പരിധിവരെ അന്ന് മുസ്ലിം ലീഗ് ഒന്നാം വഖഫ് സമ്മേളനം നടത്തി, രണ്ടാമത് വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തിക്കൊണ്ട് ലീഗ് പ്രഖ്യാപിച്ചത് നിങ്ങൾക്കും എനിക്കും ഓർമ്മയുണ്ട്. എല്ലാ മഹല്ലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക. കേരളത്തിൽ മുസ്ലിം സമുദായത്തിലെ ആളുകളെ യോജിപ്പിക്കാൻ വേണ്ടി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി, ലീഗിന്റെ പേരിലല്ല സമരം, കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ സമരം നടത്താൻ തീരുമാനിച്ചു. എന്തായിരുന്നു കാരണം? വഖഫിന്റെ പേരിൽ, ഞാൻ വഖഫ് പ്രശ്നങ്ങൾ ഇവിടുത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വിശദീകരിക്കുന്നില്ല. ഈ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇടതുപക്ഷ
ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയത്. രണ്ടാമത്തെ പ്രശ്നം ഇടതുപക്ഷത്തിനെതിരായി ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമോ എന്ന ആലോചന നടന്നത്. ഒരു ഭാഗത്ത് മതവിരുദ്ധനാണ് എന്ന പ്രചരണം, ആ പ്രചരണം ജനം ഏറ്റെടുത്തില്ല. ആ പ്രചരണം ജനം ഏറ്റെടുക്കാത്തത് കൊണ്ട് മറ്റൊരു തന്ത്രം കൂടി അവർ നടപ്പിലാക്കി. അതാണ് ഇടതുപക്ഷം വികസന വിരുദ്ധനാണ്, ഇടതുപക്ഷം നടപ്പിലാക്കുന്ന വികസനം ജനവിരുദ്ധമാണ് എന്ന പ്രചരണം. ഇടതുപക്ഷം വികസന വിരുദ്ധനാണ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, പണ്ടൊക്കെ പറഞ്ഞത്. ഇപ്പോ ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ വികസനം നടപ്പിലാക്കിയപ്പോ കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ, കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസനം ജനങ്ങൾക്കെതിരാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ജനങ്ങളെ വികസനത്തിനെതിരായി അണിനിരത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ജയിൽ വാതക പൈപ്പിനെതിരായ സമരം, അതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ഹൈവേക്കെതിരായ സമരം, അതിന്റെ ഭാഗമായിട്ടാണ് കേരളയിൽ വിരുദ്ധ സമരം എന്ന പേരിൽ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വിശാല ഇടതുവിരുദ്ധ സഖ്യം. ഇതും പരാജയപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഇടതുപക്ഷത്തെ തകർക്കാൻ ഒരു ഭാഗത്ത് ഇടതുപക്ഷം മതവിരുദ്ധനാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. മറ്റൊരു ഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ വികസനം നമുക്കെതിരാണ് എന്ന് പ്രചരിപ്പിക്കാൻ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും മറ്റു പലതിന്റെയും അടിസ്ഥാനത്തിൽ ഒന്നിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി, അതും പരാജയപ്പെട്ടു. ഇനി എങ്ങനെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തും? നോക്കൂ നിങ്ങൾ, ഇടതുപക്ഷത്തെ കുറിച്ച് ജനം ആലോചിക്കുന്നുണ്ട്. ഇവിടുത്തെ സാധാരണ വീട്ടമ്മമാർക്ക്, ഇവിടുത്തെ സാധാരണ വല്യമ്മമാർക്ക്, സാധാരണ വീട്ടിലെ പ്രായമായ നമ്മുടെ അമ്മൂമ്മമാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വേണം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വേണം. അവർ എത്ര തന്നെ നുണപ്രചരണം കോൺഗ്രസും ലീഗും BJPയും നടത്തിയാലും സാധാരണ വീട്ടിലെ, സാധാരണ കുടുംബങ്ങളിലെ സാധാരണ മനുഷ്യർ ഇടതുപക്ഷ വിരുദ്ധരാവില്ല. എന്തുകൊണ്ട്? നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് 91-ൽ നിന്ന് 99 സീറ്റ് നേടിക്കൊണ്ട് സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലേക്ക് വന്നത്. അത് തുടരും, അത് ഇനിയും തുടരും. ഇനിയും ദീർഘകാലം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ തന്നെ ഇരിക്കേണ്ടി വരും വി.ഡി. സതീശൻ. കുഞ്ഞാലിക്കുട്ടിക്ക് കാലാകാലം ഇനി ഒരിക്കൽ കൂടി MP ആവാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. മുസ്ലിം ലീഗർക്ക് കുറച്ചൊക്കെ ബോധം ചിലർക്ക് വെക്കുന്നുണ്ട്. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ലീഗല്ലേ, ആശാൻ പറഞ്ഞ മറുപടി പോലെ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗാണല്ലോ. അതുകൊണ്ട് ലീഗിൽപ്പെട്ട ചില പഴയ നിലവാരത്തിലാകും. പ്രിയപ്പെട്ട സഖാവ് അഷ്റഫിനോട് ക്ഷമിക്കണം. ഞാൻ മത്തായിക്കോടിന് മറുപടി പറയും എന്നാണ് പറഞ്ഞത്. ആട്ടിൻകാട്ടം, പോത്തുംകാട്ടം, ഈ വക സാധനങ്ങൾ കഴുകി നന്നാക്കാം എന്ന് നിങ്ങൾ ശ്രമിച്ചാൽ അത് ജന്മം നന്നാവില്ല. ഞാൻ ഒരാളെയും അപമാനിക്കാൻ പറ്റില്ല, ഇത്തരം പ്രചരണ രീതിയിൽ സംസാരിക്കാറില്ല. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിസർജ്യം, ഒരു മാലിന്യം, ഏതെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ ഒരു മാലിന്യമായാൽ കഴുകി നന്നാക്കാൻ പറ്റുമായിരിക്കും. ഒരു മാലിന്യത്തെ നമ്മൾ കഴുകി നന്നാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പത്തായിക്കോടനെ നന്നാക്കാൻ മൂപ്പരെ ബാപ്പാക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ കോലത്തിലായി പോയത്. ഇനി നമ്മളിവിടെ നന്നാക്കും. നിങ്ങൾ അയാൾക്ക് മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂപ്പരെ തന്നെ കൊണ്ടുവരണം. തെറ്റിദ്ധരിക്കണ്ട, മൂപ്പരെ തന്നെ കൊണ്ടുവരാൻ തന്നെ മൂപ്പരെന്നെ പറയും പിണറായിയെ കുറിച്ച്, മൂപ്പരെന്നെ പറയും ഇടതുപക്ഷത്തെ കുറിച്ച്. ഈ അരീക്കോടങ്ങാടിയിൽ, ഇടവണ്ണയിൽ വന്നിട്ട് വലിയ വായിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്താണ് CMA ഇങ്ങനെ നിങ്ങൾ നമ്മുടെ കിഫ്ബി പദ്ധതി, കിഫ്ബി നടപ്പിലാക്കി, അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞു. കിഫ്ബി എന്നാൽ അത് പച്ചക്കള്ളമാണ്, ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞാണല്ലേ ഇതേ മനുഷ്യൻ, ഇതേ ആള് നിങ്ങളുടെ തൊട്ടടുത്ത് അരീക്കോട് അങ്ങാടിയിൽ പോയാൽ, ഈ നാട്ടിലെ മണ്ഡലം തൊട്ടടുത്ത ഏറനാട് മണ്ഡലത്തിൽ പോയാൽ അവിടെ പോയി കിഫ്ബിയുടെ ബോർഡ് കിട്ടിയിട്ട് കിഫ്ബിയുടെ ഫണ്ടും വെച്ച് ഫ്ലെക്സ് വെച്ച് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കാണുന്നതല്ലേ ഇതേ മനുഷ്യൻ. കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ അഡൽട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരേ ഒരു പ്രസ്താവനയെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളൂ. ബീപ്പ് സൗണ്ട് ഇട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു നിയമസഭാ ചർച്ച രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പത്തായക്കോടന്റെ ചർച്ചയാ. സ്വന്തം കെട്ടിയോളെ കുറിച്ച് കേരള നിയമസഭയിൽ പോയിട്ട് പറയാണ്, പൊന്നാര CMA കിടക്കപ്പായിൽ എനിക്കൊരു സുഖമല്ല എന്ന് പറഞ്ഞിട്ട് പരിഹാരം എല്ലാം ശരിയാവും LDF വരുമ്പോൾ എന്ന് കരുതി ഈ മണ്ടൻ ചെങ്ങായി നിയമസഭയിൽ പോയി പറഞ്ഞതാ. CMA കിടക്കപ്പായി സുഖല്ല. സഖാവ് പിണറായിയോട് അന്ന് തുടങ്ങിയ ദേശീയ മൂപ്പർക്ക് ഏത് പിണറായി പറഞ്ഞു അത് ഇന്നെ കൊണ്ട് നടക്കൂല, ഞങ്ങളെല്ലാം നോക്കണം. അന്ന് തുടങ്ങിയതാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു നോക്കി, ഒന്നും ചെയ്യുന്നില്ല. ഈ മനുഷ്യനോട് നമ്മളെന്ത് പറയാ? നോക്കൂ മുസ്ലിം ലീഗുകാരോട്. വേറൊന്നും കൂടി, അഷ്റഫ് നേരത്തെ കുറെ ഇസ്ലാമിക ചരിത്രമൊക്കെ പറയണ്ടേ, ആരോടങ്ങൾ ഇസ്ലാമിക ചരിത്രം പറയുന്നത്? ലീഗിനോടോ? എന്നിട്ട് ലീഗിനെ ഇപ്പോഴുള്ള പഴയ നിലവാരത്തിലാണ് കാണുന്നത്. മുസ്ലിം ലീഗിനോട് നിങ്ങൾ ഇസ്ലാമിക ചരിത്രം വെച്ചിട്ടൊന്നും വിശദീകരിക്കണ്ട. നിങ്ങൾ RSSന്റെ ശാഖയിൽ എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് കാര്യമായി പരിശോധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അവർ
അവർക്ക് ചിലപ്പോ അവരും മലരും ഒക്കെ കിട്ടും. അതാണ് KNA ഖാദറുമാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലീഗിന്റെ രീതി. ആ ലീഗിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മൈക്കിന്റെ വാട കൊടുക്കുന്ന മുതലാവില്ല. ലീഗല്ല നമ്മുടെ വിഷയം. നോക്കൂ നിങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ രണ്ട് മാർഗത്തിലുള്ള ശ്രമം നടന്നു. അത് പരാജയപ്പെടുന്നു. അപ്പോഴാണ് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കണം. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ മനസ്സുള്ള മനുഷ്യരുണ്ടാകണം. ആ മനുഷ്യർ ഈ നാട്ടിലുണ്ടാകുമോ പരിശോധിക്കണം. എന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ സാധാരണ മനുഷ്യരോട് വിനയത്തോടെ ചോദിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംരക്ഷിക്കപ്പെടണമെന്നത് ഈ നാട്ടിലെ CPIM-ന്റെയോ DYFI-യുടെയോ മാത്രം ആവശ്യമാണോ? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട വിട്ടമ്മമാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരോട്, നിങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാത്തവരുണ്ടാവാം. നിങ്ങൾ ഒരു പക്ഷേ ഒരിക്കൽ പോലും സഖാക്കളോട് മനസ്സുകൊണ്ട് പോലും യോജിക്കാത്ത മനസ്സുള്ള ആളുകൾ ഉണ്ടായേക്കാം. എന്നാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്നാലും എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് വിനയത്തോടെ ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവര്, ഈ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ പട്ടിണിയിലേക്ക് പോയ കാലത്ത്, ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ കോവിഡ് കാലത്ത് പട്ടിണി കിടന്ന് വിശന്ന് മരിക്കുന്ന മനുഷ്യരുണ്ടാകുന്ന കാലത്ത് ഈ കേരളത്തിന്റെ തെരുവിൽ ഒരാൾ പോലും പട്ടിണി കിടക്കേണ്ടി വരാത്ത സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടായിരുന്നു? അതിന് കാരണം ഈ കേരളം ഭരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേതൃത്വം നൽകാൻ സഖാവ് പിണറായി വിജയൻ ഉണ്ടായതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഈ കേരളത്തിൽ 18 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ ഒരു കാലമുണ്ട്. ഈ നാട്ടിൽ ഓർമ്മയുണ്ട്. നമ്മളത് പലപ്പോഴും പറയാത്തവരാ. നമ്മുടെ ഭരണ നേട്ടങ്ങൾ നമ്മൾ പറയില്ല, നമുക്കല്ലാതെ തന്നെ പറയാൻ ഏറെയുണ്ട്. 18 മാസം ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കൊടുക്കാതെ പോയി പെൻഷൻ. കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന, ഉമ്മൻചാണ്ടി നടത്തുന്ന, VD സതീശൻ നടത്തുന്ന ലീഗിന്റെ യൂത്ത് ലീഗും മൂത്തലീഗന്മാരും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരനൊക്കെ തെരുവിൽ നടത്തുന്ന ആഭാസ സമരങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങണം എന്നാഗ്രഹിക്കുന്നവരാണ്. കേരളത്തിലെ സാധാരണക്കാരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? 41 ലക്ഷം മനുഷ്യർ ഇന്ന് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. 41 ലക്ഷം ആളുകൾ. കേരളത്തിലെ 3.5 കോടി മനുഷ്യരിൽ, കേരളത്തിലെ സാധാരണ മനുഷ്യരിൽ 41 ലക്ഷം ആളുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുടങ്ങാതെ പെൻഷൻ നൽകുന്നു. 600 രൂപ 18 മാസം പലകുറി പറഞ്ഞതാ. ഈ നാട് കേൾക്കാത്ത പുതുമയുള്ള ഒരു കാര്യവുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒന്ന് ചുരുക്ക്, 18 മാസം മുടക്കി നിങ്ങളുടെ പെൻഷൻ. ഉമ്മൻചാണ്ടി 18 മാസം 600 രൂപ, അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പിണറായി വിജയന. ഞങ്ങൾക്ക് ഈ നാടിനോട് വിനയത്തോടെ ചോദിക്കാനുള്ളത്, ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ RSSന്റെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നാട്ടിലെ ലീഗും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും. ഇടതുപക്ഷ സർക്കാർ എങ്ങാനും ഒന്ന് ദുർബലപ്പെട്ടാൽ, നമ്മുടെ നാട് ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന 1600 രൂപ പെൻഷൻ നിർത്തലാക്കപ്പെടും ഈ നാട്ടിൽ. അതാണ് കോൺഗ്രസുകാർ മുമ്പേ പറഞ്ഞത്. അവർ പറഞ്ഞത് ക്ഷേമ പെൻഷൻ നിർത്തലാക്കി ന്യായ് പദ്ധതി നടപ്പിലാക്കുന്ന ഓർമ്മ ഉണ്ടാവും. ഞാൻ വിശദീകരിക്കുന്നില്ല. ന്യായ് പദ്ധതി അല്ലോ, ന്യായ് പദ്ധതി നടപ്പിലാക്കുന്നു പറഞ്ഞവരാ. ഇത് നിർത്തുന്ന ഈ നാട്ടിൽ 3 ലക്ഷത്തിനടുത്ത് മനുഷ്യർക്ക് ഈ 6 വർഷത്തിനിടയിൽ വീട് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ പിന്നെ ആരത് പറയാ? 3 ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് ഈ കേരളത്തിൽ വീട് ലഭിച്ചു. നമ്മുടെ പെരിന്തൽമണ്ണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ പറ്റുമോ? ഫ്ലാറ്റ്. ഒരു സാധാരണക്കാരുടെ സ്വപ്നത്തിൽ, ജീവിതത്തിൽ ഫ്ലാറ്റ് എന്ന സ്വപ്നം ഒരു സാധാരണ മനുഷ്യനുണ്ടാവുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാൽ ഈ കേരളത്തിൽ, ഈ പെരിന്തൽമണ്ണയിൽ ഫ്ലാറ്റുണ്ട്. പാവപ്പെട്ട മനുഷ്യന് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമുണ്ട് എന്ന് പറയാൻ കഴിയാത്ത അതിദരിദ്രനായ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകിയ, ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകിയ, 3 ലക്ഷം നിരാലംബരായ, ചൊർക്കൊലിക്കുന്ന വീട് പോലുമില്ലാതിരുന്ന, തലചായ്ക്കാൻ കൂട് പോലുമില്ലായിരുന്ന ഈ നാട്ടിലെ 3 ലക്ഷം മനുഷ്യർക്ക് അന്തിയുറങ്ങാൻ മനസമാധാനത്തോടെ സ്വന്തം മക്കളുടെ കൂടെ ജീവിക്കാൻ അവസരമൊരുക്കി വീട് നൽകിയത് ഇടതുപക്ഷ സർക്കാർ. ഞങ്ങൾ ഈ നൽകിയത് പറയുന്നത് ഈ നാടിനെ ഓർമ്മിപ്പിക്കാനാ. ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്നത് നിങ്ങളുടെ ആവശ്യമല്ല, സാധാരണ ജനങ്ങളുടെ ആവശ്യമല്ല, കോൺഗ്രസിന്റെയും ലീഗിന്റെയും BJPയുടെയും ആവശ്യമാണ്. BJPയുടെ കൂടെ നിങ്ങൾ എന്തിനു ചേരണം? RSS അജണ്ടയെ ഈ നാട് എന്തിനു പിന്തുണക്കണം? നോക്കൂ നിങ്ങൾ, എന്റെ ശബ്ദം കേൾക്കുന്നവരോട്, ഇത് ജൂൺ മാസമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ ഈ തൊട്ടടുത്ത പ്രദേശത്ത് എവിടെയോ അല്ലേ ഒരു സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു? അങ്ങാട്ടുകൂടി, ഇതിന്റെ ഈ ഭാഗത്തല്ലേ?
ഒരിക്കൽ ബാധ മാങ്ങാട്ടുകുടി സ്കൂള്. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം ലീഗ് കോൺഗ്രസ് നിലപാടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും സ്കൂളുകൾ കേരളത്തിൽ അടച്ചുപൂട്ടിയോ? ഒരു സ്കൂൾ അടച്ചുപൂട്ടിയില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി അത്തുറപ്പ് കേരളം ഭരിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ ലഭിച്ചത് എപ്പോഴാണ്? ഓണപ്പരീക്ഷ നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം കിട്ടാത്തത് എന്ന വിവരക്കേട് വിളമ്പിയ അത്തുറപ്പുമാർ കേരളം ഭരിച്ചിരുന്ന കാലം കൊണ്ട് ഇന്നോ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ 1ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിക്ക് ആദ്യത്തെ ദിവസം തന്നെ അവന്റെ യൂണിഫോം ലഭിക്കുന്നു, ആദ്യത്തെ ദിവസം തന്നെ പാഠപുസ്തകം ലഭിക്കുന്നു. ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേട്ടം അല്ലാതെ മറ്റാരും നൽകി 45,000 ക്ലാസ് മുറികൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തി ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ സ്കൂളിലെയും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി. നോക്കൂ നിങ്ങൾ, കേരളം കിഫ്ബി. നമ്മളൊക്കെ പണ്ട് ഇവിടുത്തെ കാരണവന്മാർക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു, സംഗതി കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ റോഡൊക്കെ വരണമെങ്കിൽ നമ്മളെ വരുന്ന അന്ന് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോഴോ നമ്മളൊന്ന് തെരുവിക്കറിഞ്ഞ്, നമ്മളൊന്ന് അങ്ങാടിക്കറിഞ്ഞ്, കേരളത്തിൽ റോഡ് വഴി നടക്കാത്ത ഏതെങ്കിലും ഒരു പ്രദേശം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു പറ്റും? ഒരു പഞ്ചായത്തിൽ ഈ സമയത്ത് ഒരു സ്ഥലത്തും റോഡ് പണി നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഗ്രാമീണ റോഡുകൾ, നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, കേരളത്തിൽ മലയോര പാത, എല്ലാ മേഖലയിലും വലിയ തോതിൽ വികസനം. ഈ കേരളം മാറിയില്ലേ? ഞാൻ ഇത്രയും വികസന കാര്യം പറയുന്നത് ഒറ്റക്കാര്യം ഓർമ്മിപ്പിക്കാനാണ്. ഇതൊക്കെ നടത്തുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ ജനം വെറുക്കില്ല. ജനം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോ ജനങ്ങളെ ഇടതുപക്ഷ വിരുദ്ധരാക്കി മാറ്റേണ്ടത് ആരുടെ ആവശ്യമാണ്? അവിടെയാണ് ഞങ്ങൾ ഈ നാടിനോട് പറയുന്നത്. ഈ യുവജന പ്രതിരോധ സദസ്സിലൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് RSSന്റെ അജണ്ടയാണ്. ഇത് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മാത്രം അജണ്ടയല്ല. കോൺഗ്രസും ലീഗും RSS അജണ്ടയുടെ കൂടെ പോവുകയാണ്. എന്താണ് RSSന്റെ അജണ്ട? RSSന് കേരളം തകരണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളം തകരണം. പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കണം എന്നതല്ല. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ കേരളത്തെ തകർക്കാനാകും. കേരളത്തെ തകർത്താൽ, കേരളത്തിന്റെ മതനിരപേക്ഷത തകർത്താൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് RSSന് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയും. RSS ചെറിയ കളിയല്ല കളിക്കുന്നത്. അത് തിരിച്ചറിയാൻ ഇവിടുത്തെ KNA കാതർമാർക്ക്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ RSSന് പായസം വെച്ച് വിളമ്പി